أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിലായി, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി അല്ലാഹു നമുക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഇന്ന് ദുൽഹിജ്ജ 25 4-5 ദിവസം കഴിഞ്ഞാൽ ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിൽ പല ആളുകൾക്കും ഇത് എത്രാമത്തെ ഹിജ്റയാണ്, എത്രാമത്തെ ഹിജ്റ വർഷമാണ് എന്ന് പോലും അറിയാത്ത ആളുകളുണ്ടാവാം. എങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുത്തേണ്ടത് ഹിജ്റ കലണ്ടർ പ്രകാരമായിരിക്കണം. പക്ഷേ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം പ്രയോജനപ്പെടുത്തണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തേണ്ടത് ഹിജ്റ കലണ്ടർ പ്രകാരമാണ്. ഇപ്പോൾ ഹിജ്റ വർഷം 1447 വർഷത്തിലാണ് നമ്മൾ ഉള്ളത്. 4-5 ദിവസം കഴിഞ്ഞാൽ ഹിജ്റ കലണ്ടർ പ്രകാരം ഒരു പുതിയ വർഷം 1448 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പുതുവർഷങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് പ്രധാനമായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു വർഷം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ആ വർഷത്തിന്റെ കാലയളവിൽ നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. പ്രധാനമായിക്കൊണ്ട് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ഹിജ്റ വർഷം എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കണക്കാക്കി വെച്ച ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു വർഷം കഴിഞ്ഞു, ആ വർഷത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യൂല, തിരിച്ചു വരൂല. ഒരു വൃക്ഷത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഓരോ വർഷവും നമ്മുടെ ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് പ്രധാനമായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വർഷത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, അതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ടാവാം. തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയും, അതേപോലെ ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നോക്കം നിന്നിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് കഴിയുന്ന പരമാവധി ഇബാദത്തിന്റെ വിഷയത്തിൽ മുന്നോക്കം നിൽക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മരണമെന്ന് പറയുന്ന പ്രതിഭാസം എല്ലാ മനുഷ്യന്മാരെയും പിടിക്കുക തന്നെ ചെയ്യും. മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സമ്മതത്തോടു കൂടി ഓരോ മനുഷ്യന്റെയും ആയുസ്സന്റെയും പിടിക്കും. ഏത് സമയത്താണ്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് എന്റെയും നിങ്ങളുടെയും റൂഹ് അല്ലാഹു പിടിക്കുക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ വേണ്ടിയിട്ട്, പശ്ചാത്തപിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുന്ന സമയത്ത്, ആ വർഷത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ആ വർഷത്തിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ സന്തോഷങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ അല്ലാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യുകയാണ് എങ്കിൽ ഇനിയുള്ള വർഷം അല്ലാഹു ഇതിനേക്കാൾ നമുക്ക് കൂടുതൽ തരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ചോ ഈ വർഷത്തിൽ ഒരുപാട് സങ്കടങ്ങളായിരിക്കാം, ഒരുപാട് നൊമ്പരങ്ങളായിരിക്കാം, ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവുക. ആ കഴിഞ്ഞു പോയ ആ വിഷമത്തിന്റെ പേരിൽ, സങ്കടത്തിന്റെ പേരിലൊക്കെ ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും ജീവിതം മുന്നേറാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാവണം എന്ന് ഈ സമയത്ത് ഞാൻ പറയുകയാണ്. അതിലുപരി മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ യഥാർത്ഥമായ വിചാരണ ചെയ്യുന്നതിന് മുമ്പ്
നിങ്ങൾ ഒന്ന് സ്വയം വിചാരണ നടത്തണേ. തെറ്റുകുറ്റങ്ങൾ വന്നു പോവാം, അതുപോലെ നന്മകൾ ചെയ്തിട്ടുണ്ടാവാം. അതെല്ലാം അള്ളാഹുലേക്കൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് വിചാരണ നടത്തണം. കാരണം ഒരുപാട് തെറ്റുകളിലൂടെയാണ് നമ്മൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റുകളുടെ പേരിലൊക്കെ പശ്ചാത്തപിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ യഥാർത്ഥമായി ഈ ദുനിയാവിലുള്ള ജീവിതം കഴിഞ്ഞാൽ ഇനിയൊരു വിചാരണ മരണത്തിന് ശേഷം നമുക്ക് നടക്കാനുണ്ട്. ആ വിചാരണ എത്തുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വിചാരണ നടത്തണേ എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ തൂക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങളൊന്ന് തൂക്കണേ എന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും ഈ സമയത്ത് പ്രധാനമായി കൊണ്ടും ചിന്തിക്കേണ്ടത് കേവലം 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാവാൻ നമ്മൾ ഓരോരുത്തരും ആ നിസ്കരിക്കലോടുകൂടി എല്ലാം നേടി എന്ന് നമ്മൾ ഒരാളും മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ അതൊന്നും അള്ളാഹു സ്വീകരിക്കൂല. അതിലുപരി സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യം വേണം എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സൽക്കർമ്മങ്ങൾ തുച്ഛമാണ് എങ്കിൽ ആ സൽക്കർമ്മങ്ങളൊക്കെ കൂടുതലാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മരണം ഏത് സമയത്തും മനുഷ്യനെ പിടികൂടും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുതുബയിൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഅദറുല്ലാഹു ഇലംറിഇൻ അഖറ അജലഹു ഹത്താ ബല്ലഉഹു 60 സന. ഒരു മനുഷ്യനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതേപോലെ പശ്ചാത്തപിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനിക്ക് 60 വയസ്സ് വരെ അല്ലാഹു നൽകുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഏകദേശം സുമാർ കണക്കാണ്. അതിൽ ആ സമയത്തും നമുക്ക് തരുന്ന സമയത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ അവസരമുണ്ട്. അതിലുപരി പശ്ചാത്തപിക്കാൻ നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിന് ഏത് സമയത്തും മരണം പിടികൂടും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്ത് ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇലാഹിയായ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരണം എന്ന് പറയുന്ന പ്രതിഭാസം ഏത് മനുഷ്യനെയും ഏത് സമയത്തും പിടികൂടും. അതുകൊണ്ട് തന്നെ യൗവനം അല്ലാഹു റബ്ബുൽ ഇസ്സത്തി 60 വയസ്സ് വരെ അല്ലാഹു നമുക്ക് ഒരു കാലാവധി നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതിന്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോയേക്കാം. എങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 ഔ 70. എന്റെ ഉമ്മത്തിന്റെ വയസ്സ് ആയുസ് എന്ന് പറഞ്ഞാൽ അത് 70ന്റെയും 60ന്റെയും ഇടയിലുള്ളതാണ്. അതിന്റെ സമയത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയേക്കാം. എങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കണക്ക് കൂട്ടൽ ഏത് സമയത്തും നമ്മളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പ്രധാനമായി കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ മുമ്പിൽ ഒരുപാട് ചെറുപ്പക്കാരായ നല്ല യൗവനമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ യൗവനത്തെ അല്ലാഹുവിന്റെ മാർഗത്തിലായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ കഴിച്ചുകൂടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഫിഫ വേൾഡ് കപ്പിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടുകളിലെല്ലാം ഫ്ലെക്സുകളും കട്ടൗട്ടുകളൊക്കെ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആഭാസമാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സമയത്ത് നല്ല യൗവന സമയത്ത് ഇബാദത്തിലായി കഴിച്ചു കൂടുന്ന സമയമാണ്. അത് നല്ലതുപോലെ അള്ളാഹ്ക്ക് ഇബാദത്തിലായി കഴിച്ചു കൂട്ടണം. അള്ളാഹ്ക്ക് ഇബാദത്തിലായി കഴിച്ചു കൂട്ടുന്ന ഒരു യുവാവിനെ കുറിച്ച് പറഞ്ഞത് അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യുവാവാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുപരി സദാസമയം അള്ളാഹ്ക്ക് ഇബാദത്തിലായി കഴിച്ചു കൂട്ടുന്ന ഒരു യുവാവിനിക്കുണ്ടല്ലോ, നാളെ മഹ്ശറാവൻ സഭയിൽ അർശിന്റെ നിഴൽ കൊടുത്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഫുട്ബോൾ പ്രേമികളാവാം, പക്ഷേ അത് ആരാധനയായി മാറരുത്. ആരാധനയായി മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് ഏകദേശം ഒരു കുറഞ്ഞ അടി ഫ്ലക്സ് വെക്കുമ്പോൾ അതിനേക്കാളും വലിയ ഫ്ലക്സ് വെച്ചുകൊണ്ട് ഇന്ന് വലിയ വർത്തമാനങ്ങൾ പറയുമ്പോൾ പരസ്പരമുള്ള കൂട്ടുകെട്ടിന്
അത് ക്ഷതമേൽക്കും, പരസ്പരമുള്ള സൗഹൃദത്തിന് അത് ക്ഷതമേൽക്കും. പരസ്പരമുള്ള വാക്കേറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങാടികളിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ കോലാഹലങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സൗഹൃദം തകരരുത് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതിലുപരി ഇൻഷാ അല്ലാഹ് യുവത്വം അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഞാൻ അടക്കമുള്ള ആളുകളോട് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. എത്രയോ ആളുകളെയാണ് ചെറുപ്രായത്തിൽ തന്നെ റൂഹ് പിടിക്കുന്നത്. അതിലൊന്നും നമ്മൾ പെട്ടിട്ടില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കണക്ക് കൂട്ടൽ ഏത് സമയത്ത് വരും. ഒരു അനക്കമോ ഒരു സെക്കൻഡോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിപ്പിച്ച് തരൂല. ആ സമയത്ത് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് വരുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും പറയുന്ന ഒരു അവസ്ഥയുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, എനിക്ക് അല്പം സമയം പിന്തിപ്പിച്ചു തന്നാൽ ഞാൻ എന്ത് ചെയ്യാം? സൽക്കർമ്മങ്ങൾ ചെയ്യാം, നല്ല ആളുകളോട് കൂടെ ഞാൻ സഹവസിക്കാം എന്ന് പറയുമ്പോ ശേഷം അല്ലാഹുവിന്റെ കൃത്യമായ താക്കീതുണ്ട്. ഒരു മനുഷ്യന്റെ കൃത്യമായ വയസ്സെത്തിക്കഴിഞ്ഞാൽ, ഒരു കൃത്യമായ കണക്കൂട്ടൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരാളെയും എനിക്ക് പ്രശ്നമില്ല. അവൻ എന്താണ് ചെയ്യുക എന്ന് കൃത്യമായി കൊണ്ട് എനിക്കറിയാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് താക്കീത് നമുക്ക് നൽകുന്നുണ്ട്. എങ്കിൽ എന്നെയും നിങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്യാരണ്ടിയോ ഒരു ഉറപ്പോ ഇല്ലാത്ത ആളുകളാണ് നമ്മളുള്ളത്. കിട്ടുന്ന സമയത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഞാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ പറയുകയാണ്. റബ്ബ് തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഈ വർഷത്തിൽ നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കലോടുകൂടി അതിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.